ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻ. സോ നമ്മൾ വെയിൽസിൽ തന്നെയാണുള്ളത്. നമ്മൾ വെസ്റ്റ് വെയിൽസിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സൗത്ത് വെയിൽസിലായിരുന്നു. ഇപ്പോൾ വെസ്റ്റ് വെയിൽസിൽ നമ്മൾ ഗ്രീൻ ബ്രിഡ്ജ് ഓഫ് വെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു കടൽ തീരത്തുള്ളൊരു പരിപാടി കാണാൻ വന്നേക്കുവാണ്. ഇതാട്ടോ ഇവിടുത്തെ ഐസ്ക്രീം ട്രക്ക്. നമ്മുടെ നാട്ടിൽ ബെല്ലടിച്ചു കൊണ്ടുവരുന്ന ഐസ്ക്രീം ചേട്ടന്മാരൊക്കെ പോലെ ഇവിടുത്തെ പിള്ളേരുടെ ഐസ്ക്രീം ട്രക്ക് ഇതാണ്. പിന്നെ ഐസ്ക്രീം മേടിക്കാൻ വന്നേക്കുവാണ് ഞങ്ങളപ്പം. ഇവിടെ ഓൾറെഡി ഒരു ഇതിലാണ്. അപ്പം നമ്മൾ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടുത്തെ ലോലിപ്പോപ്പ് മറ്റേ ഇതുപോലത്തെ ഉണ്ട്. എനിക്ക് വേണ്ട. അപ്പം ഇവർക്ക് 300 കൂടി വേണം എന്നിട്ട് 3 കൂടി മേടിക്കാണ്. എന്തെങ്കിലോട്ടെ സ്കൂപ്പാ പറഞ്ഞത്. എന്നാ പിന്നെ ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കായിരുന്നില്ലേ? സ്ട്രോബെറി മിസ്റ്റർ ബോബിൾ. ഇത് 3 സെയിം സാധനം. എന്തിനാ മേടിച്ചെന്തേനും വേണ്ട, 2 മതി. ഉള്ളത് കൊണ്ട് എനിക്ക് വേണ്ട. വേണ്ട, താങ്ക് യു. അറിയില്ല. 3:30. 14. നമ്മുടെ നാട്ടിലെ ഓൺ ഐസ്ക്രീം. ഇതാണ് ഇവിടുത്തെ അട്രാക്ഷൻസ്. അതുപോലെ തന്നെ ഇപ്പുറത്തുണ്ട്. ഇത് കുറേ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെൽഷ് ലാംഗ്വേജിലും ഇംഗ്ലീഷിലും 2 കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് പോസ് ചെയ്തിട്ട്. ഗൈസ്, അപ്പം നമ്മൾ ഗ്രീൻ ബ്രിഡ്ജ് ഓഫ് വെയിൽസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു ഭൂമിയുടെ അറ്റം പോലെയുണ്ട് സത്യം പറഞ്ഞാൽ. അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വെള്ളത്തിൻ്റെ കളർ ഇതിൽ നീലയായിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ ശരിക്കും ഒരു പച്ച കലർന്ന നീലയാട്ടോ. ശരിക്കും പിന്നെ നല്ലൊരു പച്ചയാണ്, നമ്മൾ മാൽദീവ്സിലൊക്കെ കാണുന്ന പോലെ. അങ്ങനെ ഒരു കളറാണ്, പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര ഭംഗിയാണ്. നമുക്ക് നല്ല ഭംഗിയുണ്ട്. ചേട്ടാ എഡ്ജിലൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് കെയർഫുൾ ആവണം, കാരണം ഇതിലൊരു സേഫ്റ്റി കൺസേൺ ഉണ്ട്. കാരണം ഒരു പേടി അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പുല്ല് അത്യാവശ്യം കരിഞ്ഞിട്ടോ, സമ്മർ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഒരു നീല ആകാശവും കടലും കൂടി വരുമ്പം ഭയങ്കര ഒരു കളർ കോൺട്രാസ്റ്റ് ഉണ്ട്, കാണുന്നുണ്ട്. ഇതൊരു ഭൂമിയുടെ അറ്റം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സാഹിത്യ രൂപേണ പറയാം. പക്ഷെ കുറച്ചൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. എനിക്ക് പേടിയാവുന്നു സത്യം പറഞ്ഞാൽ. മേലത്ത് മൊത്തം പാറ, അടിയിലൊക്കെ ആൾക്കാരുണ്ട്. ഒക്കെ എങ്ങനെയാണ് നിലത്തേക്ക് ഇറങ്ങാനൊരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇങ്ങനെ അടിയിലേക്ക് നോക്കിയാൽ നോക്ക്, ഗർത്തം പോലെയുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, നീല കളർ. ഇത് മൊത്തം ഡ്രൈ ലാൻഡ് ആട്ടോ. ശരിക്കും പറഞ്ഞാൽ സമ്മറായിട്ട് മൊത്തം ഡ്രൈ ആയി ആണ്. പക്ഷേ അവിടെ കുറച്ച് ക്യൂട്ട് കൗസ് നിൽക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ പുല്ല് വെറുതെ എന്താ പറയുക, ഒരു ഫോർബിഡൻ പ്ലേസ് പോലെയൊക്കെ
മൊത്തം ഡ്രൈ ആയിട്ട് പുല്ലൊക്കെ പോയി. പക്ഷേ ആ എഡ്ജിൽ കുറേ പശുക്കൾ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫാമിൻ്റെ ഒക്കെ ഭാഗമായിരിക്കാം. പക്ഷേ ഇത് അത്യാവശ്യം പോപ്പുലറായിട്ടുള്ളൊരു പ്ലേസാണ് ടൂറിസ്റ്റുകൾക്കിടയിൽ. ഗ്രീൻ ബ്രിഡ്ജ് ഓഫ് വെയിൽസ് എന്നാണ് പറയുന്നത് ഇത്. ഓക്കെ, ഇവിടെ ഇപ്പം ആൾക്കാർ ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ അത്യാവശ്യം. കാരണം ഇപ്പോൾ സമ്മർ വെക്കേഷനാണ് ഇവിടെ. കുട്ടികൾക്കും ഒക്കെ സമ്മർ വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആൾക്കാർ വരുന്നുണ്ട് അത്യാവശ്യം. ഇവിടെ ഈ സൈഡിലൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അരിപ്പൂവും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടോ, പശുക്കളെ കണ്ടോ? ഇതാണിത് എടുക്കാണ് UK പശുക്കൾ. അത്യാവശ്യം നല്ല സൈസുള്ള പശുക്കളാണ്. നിങ്ങൾ കുറച്ചും കൂടി അടുത്ത് പോയി നിന്ന് കാണിച്ചു തരാവേ. പശുക്കൾ അതിനൊക്കെ ഓരോ സൈസ് കണ്ടോ, നല്ല അത്യാവശ്യം സൈസുള്ള പശുക്കൾ. ഇത് ഏതോ ഫാമിലെ പശുക്കളാണ്. അവരുടെ ചെവിയിൽ കണ്ടോ ഇങ്ങനെ ഇതുണ്ട്, ടാഗുണ്ട്. ഇവിടെ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമാണ് കേട്ടോ, ചെവിയിൽ ടാഗ്. ഇന്നലെ ശരിക്കും ഫാം വിസിറ്റിന് പോയായിരുന്നു. അപ്പം നമ്മൾ അപ്പോഴാണ് അവിടുത്തെ ഫാമേഴ്സ് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ശരിക്കും അങ്ങനെ ടാഗ് ഇടണമെന്നുണ്ടെന്ന് ഇവിടെ. അപ്പം ഇവരുടെ എല്ലാവരും ചെവിയിൽ ടാഗുണ്ട്, എനിക്ക് കാണാൻ പറ്റും. കുറേ ഉണ്ട് പശുക്കളെ. ഇങ്ങനെ അങ്ങോട്ടേക്ക് കൂട്ടം എങ്ങോട്ടേക്കൊക്കെ മീഞ്ഞ് നടക്കുന്നുണ്ട്. ഈ പശു നമുക്ക് നല്ല ഭംഗിയിലൊരു ബ്രൗണിൽ വൈറ്റ് കളറായിട്ടുള്ള പശുക്കൾ, നല്ല ക്യൂട്ടായിട്ടുള്ള പശുക്കൾ. എനിക്ക് എന്ത് വെറൈറ്റി ആണെന്നൊന്നും എനിക്കറിയില്ല. ജേഴ്സികൾ പോലെ അങ്ങനത്തെ ഒരു ടൈപ്പാണെന്ന്. അത്യാവശ്യം വലിപ്പമുള്ള പശുക്കളാണ്. നമ്മളിങ്ങനെ നടക്കുവാണ് ഇങ്ങോട്ടേക്ക്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് അങ്ങാറ്റത്തേക്ക് ഒരു വ്യൂ പോയിന്റിലേക്ക് നടക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിറച്ച് പശുക്കളാട്ടോ, ഈ കുഞ്ഞായിട്ട് കാണും. എല്ലാം ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ പശുവിൻ്റെ എന്തോ ഫാം എന്തൊക്കെയോ ഉണ്ട് കണ്ടോ. പശുക്കളാണ് മൊത്തം. ഫീൽഡ് നിറച്ച് പൂക്കളാണ്. വയലറ്റും യെല്ലോ കളറിലുള്ള പൂക്കൾ ഒത്തിരി ഇങ്ങനെ ഉണ്ടായിരിക്കുന്നുണ്ട്. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ഇത് ക്യാമറയിൽ എത്രത്തോളം ഭംഗിയിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നല്ല ഭംഗിയുള്ളത് പൂക്കളാണ്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു വ്യൂ. പൂക്കളും അടിപൊളി. ആലോചിക്കുന്നുണ്ട് ഇങ്ങനെ പശുക്കൾ ഇവിടെയാണ്. ഇത് കണ്ടോ പശുവിൻ്റെ കൂടെ. പക്ഷേ ഇവിടെ ഒരു കോഷൻ സൈൻ കണ്ടോ, അതായത് മിലിറ്ററി കീപ്പ് ഔട്ട് ഓഫ് മിലിറ്ററി ഫയറിംഗ് റേഞ്ച്. അതായത് മിലിറ്ററി ഇവിടെ ഫയർ പ്രാക്ടീസിന് ഉദ്ദേശിക്കുന്ന സ്ഥലമാണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടോ, ഇത്രയോ സൈസുണ്ട്. ഇത് നല്ല സൈസുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം എക്സാമ്പിള്. ഈ ചേട്ടനൊന്നും അവിടെ പോയി എന്തോരം സൈസ് ഉണ്ടെന്ന് അറിയാലോ പശുവിന്. അത്രയും അടുത്ത് നീക്കണ്ട, ഇങ്ങോട്ട് നീങ്ങി നിന്നാ മതി. ഇങ്ങോട്ട് നീങ്ങ്. അയ്യേ പേടി. ഏകദേശം വെച്ചാൽ ഹൈറ്റോളം ഉണ്ട് ആ പശുവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത്രയും വലിയ പശുവാണ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ പശുവിനെ കണ്ടിട്ടില്ല. ഓക്കെ, ഇതെല്ലാം ഒരു വലിയ പശുക്കളാ, ഭയങ്കര വലിയ പശു. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം എന്ത് വെച്ചാൽ കമ്പയർ ചെയ്യാം, നമ്മളെ നാട്ടിൽ കമ്പയർ ചെയ്യാൻ എനിക്കൊന്നുമില്ല. അത്രയും വലിയ പശുക്കളാണ്. നമുക്ക് നല്ല ഭംഗിയുണ്ട്. പക്ഷെ എല്ലാം നല്ല സിൽക്കി സ്മൂത്ത് സ്കിന്നായിട്ട് നമുക്ക് അടിപൊളി. ഇത് പല വലിപ്പത്തിലുള്ളതുണ്ട് കേട്ടോ. ഏറ്റവും വലിയത് ചെറുതുങ്ങളും ഉണ്ട് അവിടെ. പക്ഷെ ഇത് നമുക്ക് എല്ലാം അത്യാവശ്യം നല്ല സൈസിലുള്ള പശുക്കളാണ് കേട്ടോ. അടിപൊളി പറയുന്നല്ലോ കേട്ടോ. നല്ല സൈസുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ഇതാണ് വിച്ചാനെ കുറിച്ചാണ് നീങ്ങിക്കില്ലെങ്കിൽ മനസ്സിലാവില്ല. വിച്ചാണ്ട് വേറെ കളറിലെ വേറൊരു കളറിലെ പശു ഉണ്ടോ. ഇതിൻ്റെ സൈസ് നോക്ക് ഗൈസ്. ഞാനിപ്പോൾ എങ്ങനെയാണ് എൻ്റെ സൈസ് കാണിക്കുക? ഞാൻ തിരിച്ചു പിടിച്ച് എന്നെ കമ്പയർ ചെയ്ത് നോക്കിയാലോ. ഭയങ്കര വളരെ ഭംഗിയുള്ള, എന്ത് ഭംഗി. എനിക്ക് ഒരു അനിമലിനോട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും സൈസായതിന്. ഏകദേശം എൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട് ഇതിന്.
അത്യാവശ്യം എനിക്ക് തോന്നുന്നു 250 കിലോ ഉണ്ടാവും വെയിറ്റ് ഒക്കെ വരുന്നത്. നല്ല ഭംഗി. ഇത് കണ്ടോ, ഞാൻ പശുക്കളുടെ കൂടെ നടക്കുക, കാരണം ഇതുങ്ങളൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയത്തില്ല. പല സൈസിലുള്ളതുണ്ട്. ഇതാ ബാക്കിൽ 2 എണ്ണം വരുന്നുണ്ട്, സൈഡിൽ വേറെ കുറേ നടക്കുന്നുണ്ട്, പല കളറിൽ പല സൈസിൽ. ഇത് കൗതുകമാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ഇത് പശുക്കളെയാണോ ഞാൻ വ്ളോഗ് എടുത്ത് കാണിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ചിലപ്പോൾ പലർക്കും വരാം. പക്ഷേ UK-ൽ ഇത്രയും പശുക്കൾ ഒരുമിച്ച് നടക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവങ്ങളായിട്ടുള്ള കാഴ്ചയാണ്. മനുഷ്യന്മാരെ പോലും പുറത്തിറങ്ങി കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും പശുക്കൾ ഇങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ വളരെ അപൂർവങ്ങളായിട്ടുള്ള കാഴ്ചയാണ്. ഈ പശു നോക്കി, ഇത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഒത്തിരി പശുക്കൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുവാണ്. ഇവരൊക്കെ കണ്ടോ, വളരെ ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ള സുന്ദര കുട്ടപ്പന്മാരെ പശുക്കൾ. വലിയ ശല്യമൊന്നുമില്ല. അവർ സൈഡിൽ കൂടെ നടക്കുന്നു, നമ്മൾ വേറെ സൈഡിൽ കൂടെ നടക്കുന്നു. അത്രേ ഉള്ളൂ. കണ്ടോ, ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. അതായത് ചെങ്കൽപ്പാറ അല്ല, കരിങ്കൽപ്പാറകൾ ഇങ്ങനെ വെട്ടി പോന്നിട്ട് കാറ്റുണ്ട് കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് ഇളക്കി പോന്നു. എന്നിട്ട് അതിൽ താഴെ നീല തടാകം, വളരെ ഭംഗിയുണ്ട്. ഇത് നമ്മൾ സഞ്ചാരത്തിലൊക്കെ കാണുന്ന സ്ഥലങ്ങളൊക്കെ പോലെ. അതായത് അവിടെ അങ്ങോട്ടൊന്നും ഒരു ഷിപ്പൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു, ഒരു ഷിപ്പൊക്കെ കാണുന്നുണ്ട്. അടിപൊളി, ബ്യൂട്ടിഫുൾ, വേറെ ഒന്നും പറയാനില്ല. മേഞ്ഞ് നടക്കുന്ന പശുക്കളും എന്ത് ചെയ്യേ, അതെയാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗി. ഇതാണ് നമ്മൾ വന്ന വഴിയെ. എല്ലാവരും എൻ്റെ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അമ്മ ചാടി തുള്ളി നടക്കുക. നേരത്തെ കുറച്ച് സീനായിരുന്നു, ഒന്ന് വീണ് കാലൊക്കെ പൊട്ടി. പക്ഷേ ഇപ്പോൾ ആൾ ഓക്കെ ആയി. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോഴേക്കും സെറ്റായി. ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, ആ കാറ്റും കടലിൻ്റെ ഒരു, പക്ഷെ എനിക്കൊന്ന് കാണാൻ ആ ഒരു ഭംഗിയൊന്നും കിട്ടുന്നില്ല. കണ്ണിൽ കൂടെ കാണുന്ന ഭംഗി കണ്ടോ. നല്ല ഭംഗിയുണ്ട്. അതുപോലെ സൺസെറ്റൊന്നും ആയിട്ടില്ല, പക്ഷേ നല്ല ഭംഗി. സൂപ്പറായിട്ടാണ്. കുറച്ചുകൂടി സമയം കാണിച്ചിട്ടുണ്ടോ, താഴെ പെബിൾ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള അതിൽ കൂടെ ഒക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിറങ്ങിയില്ല, നമ്മുടെ കൂടെ അമ്പ് കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല, കാരണം കുറച്ച് റിസ്ക്കിയാണ്. പക്ഷെ ഇത് നമുക്ക് നല്ല ഭംഗിയില്ലേ, പെബിൾ സ്റ്റോണൊക്കെ വെച്ചിട്ട്. കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്നത്. കടൽ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ, സീകൾ ഒക്കെ പറന്ന് നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. നല്ല കാറ്റ് കൊണ്ടാണ് ഈ ക്യാമറ പെട്ടെന്ന് ഫ്ലിപ്പായി പോകുന്നത്. നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തത് ആ ഒരു ഭാഗത്ത് നിന്നാണ്. നമ്മളിങ്ങനെ ഓൾ ദ വേ ഇങ്ങനെ നടന്ന് വന്നു ഈ വഴി. നല്ല ഭംഗിയുണ്ട്. അപ്പം ദൂരെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇനി ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.